അപ്പുവേ, കുഞ്ഞിനൊട്ടും വയ്യേടാ, എഴുന്നേറ്റേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇനിയും ഇങ്ങനെ വച്ചോണ്ടിരുന്നാൽ പറ്റില്ല. രാവിലെ അപ്പുവിനെ കാണാതെ മുറിയിലേക്ക് വന്നു നോക്കുമ്പോൾ എഴുന്നേക്കാൻ പോലും വയ്യാതെ തളർന്നു കിടന്നവളെ കാണി അരികിൽ വന്നിരുന്ന് സങ്കടത്തോടെ ചോദിച്ചു അരുന്ധതി. വേണ്ടമ്മായി, എനിക്കൊന്നും ഇല്ലെന്നേ, ഒരു ക്ഷീണം, എഴുന്നേറ്റപ്പോൾ തല കറങ്ങും പോലെ, അല്ലാതെ വേറൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്നലെ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഞാനും നിർബന്ധിക്കാഞ്ഞത്. മോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അരുന്ധതിക്ക് പിന്നാലെ മുറിയിലേക്ക് കയറി വന്ന സേതു അവളുടെ ക്ഷീണിച്ച മുഖം കാണെ പറഞ്ഞു. കുറവില്ലെങ്കിൽ വൈകിട്ട് കാശിട്ടം വന്നിട്ട് പോവാം മകളെ, അപ്പു തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അവൻ വരുമ്പോൾ നിന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ അവന് സഹിക്കുമോ അപ്പു? അവളുടെ തലയിൽ ഒന്ന് തലോടിയിട്ട് അയാൾ തിരക്കി. മോൾ എഴുന്നേക്ക്, ഫ്രഷ് ആവാൻ അമ്മായി കൂടെ വരാം. ഇനിയും തല കറങ്ങിയാലോ? അവർ അവളെ താങ്ങി പിടിച്ചിരുത്തിയിട്ട് മെല്ലെ പറഞ്ഞു. അപ്പു മടിയോടെ മൂളിക്കൊണ്ട് അരുന്ധതിയുടെ കയ്യിൽ പിടിച്ച് മെല്ലെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. അപ്പു ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് മനുവും ഭാര്യയുമാണ് ആദ്യം എത്തിയത്. എന്താ അമ്മേ, അപ്പുവിന് എന്താ പറ്റിയേ? ഏട്ടനെ അറിഞ്ഞോ? മനു വെപ്രാളത്തോടെ ചോദിച്ചു. ഇല്ലടാ, അവനോട് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ വൈകിട്ട് എല്ലാം കഴിഞ്ഞ് അവൻ അവിടുന്ന് തിരിക്കുമല്ലോ. ഇതറിഞ്ഞാൽ അവൻ വെപ്രാളപ്പെടും. എന്നല്ലാതെ എന്താ ചെയ്യുക? അരുന്ധതി വിഷമത്തോടെ പറഞ്ഞു. ഇതിപ്പോ എന്താ ആന്റി, പെട്ടെന്ന് ഇങ്ങനെ വരാൻ? അനു അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരക്കി. 2 ദിവസമായിട്ട് കൊച്ചിന് ആകെ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു മോളെ. പക്ഷേ ഇന്ന് അവൾക്ക് ഒട്ടും വയ്യായിരുന്നു. അതിൻ്റെ കൂടെ വല്ലാത്ത തലകറക്കവും. രാവിലെ ഇത്തിരി കട്ടൻ കുടിച്ചത് അത് മൊത്തം ഛർദ്ദിച്ചു. അതോടെ വല്ലാതെ തളർന്നുപോയി എൻ്റെ കുഞ്ഞ്. സേതുവേട്ടൻ എടുത്തുകൊണ്ട് വന്നാണ് കാറിൽ കയറ്റിയത്. നിറഞ്ഞ കണ്ണുകളോടെ അരുന്ധതി പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ നോട്ടം അപ്പുവിനെ പരിശോധനയ്ക്കായി കയറ്റിയ റൂമിന് നേർക്കായിരുന്നു. അമ്മ വിഷമിക്കാതെ, അവൾക്കൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഏട്ടനില്ലാത്തത് കൊണ്ട് ശരിക്ക് ഫുഡൊന്നും കഴിക്കാഞ്ഞിട്ടാവും. ഞാനൊന്ന് ഫായസിനെ വിളിച്ച് കാര്യം പറയട്ടെ. അരുന്ധതിയെ സമാധാനിപ്പിച്ചിട്ട് ഫോണും എടുത്ത് കുറച്ചു മാറി നിന്നു മനു. ആന്റി, എനിക്ക് തോന്നുന്നത് അപ്പുവും കാശിച്ചേട്ടനും നമ്മളുമൊക്കെ കാത്തിരുന്ന ആളിങ്ങ് പോന്നു എന്നാണ്. സകല ദൈവങ്ങളോടും പ്രാർത്ഥനയുമായി ഇരിക്കുന്ന അരുന്ധതിയുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്ന് പറഞ്ഞു അനു. അങ്ങനെ ആയാൽ മതിയായിരുന്നു മോളെ. എനിക്ക് ഇന്നലെയുമൊക്കെ അതേ സംശയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കൊച്ചിന്റെ ഛർദിയൊക്കെ കണ്ടപ്പോൾ അതൊന്നുകൂടെ ഉറപ്പിച്ചു. പിന്നെന്താ ആന്റി, ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കിയാൽ പോരായിരുന്നോ? അനു അവരെ നോക്കി തിരക്കി. അതൊന്നും പറ്റില്ല കുഞ്ഞെ. ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ അവൾ തകർന്നു പോവും. ഇത്തിരി നേരമായാലും അവൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇല്ലാന്ന് വരുമ്പോൾ വിഷമിച്ചിരിക്കുന്നവളെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? കാശ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അരുന്ധതി വല്ലായ്മയോടെ പറഞ്ഞു. ദേ, ഡോക്ടർ വരുന്നുണ്ട് ആന്റി. അപ്പുവിനെ കിടത്തിയ പരിശോധനാ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടറെ കാണെ, അരുന്ധതിയോട് പറഞ്ഞിട്ട് അനു എഴുന്നേറ്റ് ഒപ്പം അരുന്ധതിയും. ഡോക്ടറെ, ഞങ്ങളുടെ കൊച്ച്? അരുന്ധതി വെപ്രാളത്തോടെ ചോദിക്കെ അല്പം മാറി നിന്ന് സംസാരിക്കുകയായിരുന്ന മനുവും സേതുവും കൂടെ ഓടി അവർക്കടുത്തേക്ക് വന്നു. ആരെയാണ് എന്ന ഭാവത്തിൽ ഡോക്ടർ തിരിഞ്ഞു പിന്നിൽ നിന്ന് നഴ്സിനെ നോക്കി. അതിപ്പോ ഗൗരി ഡോക്ടർ നോക്കുന്ന പേഷ്യൻ്റാണ് ഡോക്ടർ. നഴ്സ് സേതുവിനെ കണ്ട പരിചയത്തിൽ മെല്ലെ അവരോട് പറഞ്ഞു. ഓ, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ഷീണത്തിന് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഒരു സന്തോഷ വാർത്തയാവും പറയാനുണ്ടാവുക. അത് ഗൗരി പറയും. പിന്നെ കാശി, അതാരാ? പറഞ്ഞിട്ട് മുന്നോട്ട് നടന്ന ഡോക്ടർ പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. അത് അപ്പു, അർപ്പിതയുടെ ഹസ്ബൻഡാണ്. സേതുവാണ് പറഞ്ഞത്. അതെ, പുള്ളിയോട് എത്രയും പെട്ടെന്ന് വരാൻ പറയൂ. ആ കുട്ടി മയക്കത്തിലും അയാളെയാണ് അന്വേഷിച്ചത്. പറഞ്ഞിട്ട് അവർ അവരുടെ റൂമിന് നേർക്ക് നടന്നുപോയി. ഈശ്വരാ, ആ പറഞ്ഞത് സത്യമാവണേ, തൊഴുകൈയോടെ അരുന്ധതി പറഞ്ഞു. അതൊക്കെ സത്യമാവും. അമ്മ കണ്ടോ, ഇപ്പൊ ഡോക്ടർ വന്ന് പറയുന്നത് ജൂനിയർ കാശി വന്നു എന്നാവും. അരുന്ധതിയെ തോളിലൂടെ കൈചുറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് മനു പറഞ്ഞു. അയ്യേ, ഇത്രയും വലിയ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പൂട്ടൻ കരയുവാണോ? മോശം മോശം. ഈ കരച്ചിലെങ്ങാനും കാശിച്ചേട്ടൻ കാണണം. താനൊരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് തോളിൽ തട്ടി ഡോക്ടർ പറഞ്ഞതും അപ്പു വിതുമ്പി കരഞ്ഞുപോയി. അത് കണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അമ്ന അതിയായ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കെൻ്റെ കാശിയേട്ടനെ കാണണം, ഇപ്പൊ തന്നെ കാണണം. അമ്നയെ നോക്കി വിതുമ്പിക്കൊണ്ട് അപ്പു വാശിയോടെ പറഞ്ഞു. അയ്യോ, ഇപ്പൊ എങ്ങനെ കാണാൻ പറ്റും? ആളിപ്പോ മീറ്റിങ്ങിലാവില്ലേ? അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തായാലും എൻ്റെ അപ്പൂസിനെ വിളിക്കും. അന്നേരം നമുക്ക് വീഡിയോ കോളിൽ വരാൻ പറയാം. വാടി കിടക്കുന്നവളുടെ തലയിൽ മെല്ലെ ഒന്ന് തഴുകി അമ്ന പറഞ്ഞു. എന്നാ നമുക്ക് വേഗം വീട്ടിൽ പോവാം. എൻ്റെ ഫോൺ വീട്ടിലാണ്, അപ്പു ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ട്രിപ്പ് തീർന്നിട്ട് പോവാട്ടോ അപ്പൂട്ടാ, ഇല്ലെങ്കിൽ അമ്മയുടെ കുഞ്ഞിന് ഇനിയും ക്ഷീണമാവും. അവളുടെ കവിളിൽ തലോടി വാത്സല്യത്തോടെ അരുന്ധതി പറഞ്ഞു. ഇപ്പൊ തീരോ? അപ്പു മാടി അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ തിരക്കി. 1/2 മണിക്കൂർ, അതിനുള്ളിൽ കഴിയും കേട്ടോ. അമ്ന പറയുമ്പോഴേക്കും അപ്പു മയങ്ങിപ്പോയിരുന്നു. ഇതിപ്പോ എൻ്റെ കുഞ്ഞ് ഈ പോക്കാണെങ്കിൽ എൻ്റെ അളിയൻ കുറച്ച് പാടുപെടും. നെഞ്ചിൽ നിറഞ്ഞു തുളുമ്പുന്ന കുഞ്ഞനിയത്തിയോടുള്ള വാത്സല്യമോ സ്നേഹമോ മറ്റെന്തൊക്കെയോ ചാലിച്ചൊരു
നിറം മൊത്തം അവളുടെ നെറ്റിയിൽ നൽകിക്കൊണ്ട് സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ ഫായിസ് പറഞ്ഞു. ഉച്ച കഴിഞ്ഞതോടെ അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്തു. മനുവും അനുവും അവിടുന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അമ്മുവും ഫായിസും അവർക്കൊപ്പം രാഗത്തിലേക്ക് വന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പുവിന് കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞതോടെ അവൾക്ക് അതും വാങ്ങി ബാക്കിയുള്ളവർക്ക് ചിക്കൻ ബിരിയാണിയും വാങ്ങിയാണ് വീട്ടിലേക്ക് വന്നത്. മോള് കുളിച്ചിട്ട് കഴിക്കുന്നോ അതോ? റൂമിൽ കയറിയ പാടെ ഫോൺ എടുത്ത് കാശി വിളിച്ചിരുന്നോ എന്ന് നോക്കുന്ന അപ്പുവിനോട് അരുന്ധതി തിരക്കി. കുളിക്കാൻ മടി തോന്നുവാണ്. അവരുടെ നെഞ്ചോടം ചേർന്ന് നിന്ന് കണ്ണു മാത്രം ഉയർത്തിയുള്ള കള്ളനോട്ടത്തോടെ അപ്പു പറഞ്ഞു. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതല്ലേ അപ്പൂസേ, ഒന്ന് കുളിച്ചേക്കാം. എൻ്റെ അപ്പുവിന് കുളിക്കാൻ മടിയൊന്നുമില്ല. ഇതിപ്പോ വാവയ്ക്ക് അമ്മ കുളിക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ആൻറ്റി? മുറിക്കുള്ളിലേക്ക് കയറി വന്ന അമ്ന അപ്പുവിൻ്റെ കള്ളത്തരം കാണെ ചിരിയടക്കി അരുന്ധതിയോട് പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞ് കുളിച്ചിട്ടേ ഭക്ഷണമൊക്കെ കഴിക്കൂ അല്ലേടാ? അപ്പുവിന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നതിന് അരുന്ധതി പറഞ്ഞു. എനിക്കും എൻ്റെ വാവയ്ക്കും ഒന്നും കുളിക്കാൻ മടിയൊന്നുമില്ല. ഇനി ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എൻ്റെ കാശിയേട്ടൻ വിളിച്ചാലോ? അതോർത്താണ് എനിക്ക് മടി വന്നത്. വയറിൽ മൃദുവായ തലോടി ഒപ്പം അമ്മുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു. അപ്പു കുളിച്ചു വരും മുമ്പ് വിളിച്ചാൽ ഇത്തിരി കഴിഞ്ഞു വിളിക്കാൻ അമ്മായി അവനോട് പറഞ്ഞോളാം. എൻ്റെ കുഞ്ഞു ചെന്ന് കുളിച്ചിട്ട് വായോ. ഡോർ കുറ്റിയിടണ്ട. പിന്നെ വയ്യായിക തോന്നിയാൽ ഞങ്ങളെ വിളിക്കണം. അതുപോലെ ചെറിയ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. തല കറങ്ങിയാൽ അതിലേക്ക് ഇരിക്കണം കേട്ടോ. അവർ തുണിയൊക്കെ കൊണ്ടുപോയി ബാത്റൂമിൽ വെച്ചിട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ച് കരുതലോടെ പറഞ്ഞു. ആ, ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മായി. അവരുടെ കവിളിൽ ചുണ്ടമർത്തി പറഞ്ഞിട്ട് അവൾ വയറിലൊരു താങ്ങ് പോലെ, തൻ്റെ ഉള്ളിലെ കുഞ്ഞു പൂവിനൊരു കരുതൽ പോലെ കൈ ചേർത്ത് വെച്ച് മെല്ലെ ബാത്റൂമിലേക്ക് കയറി വാതിൽ ചാരി. അച്ഛാ, വേഗം വരൂ കേട്ടോ വാവേ. അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ പൊന്നിങ്ങ് വന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ എവിടെയും പോവില്ലായിരുന്നു. അച്ഛയും അമ്മയും പൊന്നിനെ എത്ര കാലമായി കാത്തിരിക്കുന്നു എന്നറിയോ? ബാത്റൂം ഡോറിൽ ചാരി നിന്ന് അരുമയോടെ വയറിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു. ഗേറ്റിന് പുറത്ത് ഓട്ടോ വന്ന് നിന്നതും അതുവരെ ചിരികളിയോടെ ഇരുന്ന ഫായിസും അമലും അഭിയും സേതുവും ആദിയും ഉൾപ്പെടെ ഉള്ളവർ ചിരി അടക്കി പിടിച്ച് മുഖത്ത് ഗൗരവം വരുത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാശി ഓട്ടോയിൽ വരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ അവനെ കൂട്ടാൻ ആരും പോയിരുന്നില്ല. ഇതെന്താ എല്ലാവരും ഉണ്ടല്ലോ? കാശി ബാഗുമെടുത്ത് സന്തോഷത്തോടെ ചോദിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. കാശിയുടെ ചോദ്യത്തിന് ഗൗരവത്തോടെ ഇരുന്നതല്ലാതെ ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴൊക്കെ അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് കാണാൻ ഇടം വലം പായുന്നുണ്ടായിരുന്നു. ഇതെന്താ എല്ലാവർക്കും വല്ലാത്തൊരു ഗൗരവം? അമലിൻ്റെ തോളിലൂടെ കൈയിട്ട് നിന്ന് കാശി തിരക്കി. ഓ, ഞങ്ങൾ ഗൗരവത്തോടെ ഇരിക്കുന്നതാണ് അളിയൻ്റെ പ്രശ്നം. ഇവിടെ നടന്ന പ്രശ്നം വല്ലത് നിങ്ങൾക്കറിയോ മനുഷ്യ? ഫായിസ് കടുത്ത മുഖത്തോടെ തിരക്കി. ഞാൻ എന്താ ചെയ്തേ? ചോദിച്ചുകൊണ്ട് കാശി വേവലാതിയോടെ എല്ലാ മുഖങ്ങളിലും മാറി മാറി നോക്കി. എന്താ നീ ചെയ്യാത്തത്? എന്തായാലും അകത്തേക്ക് ചെല്ല്, അമൽ കൂർത്ത ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ അപ്പു എവിടെ അച്ഛാ? അവൾക്ക് എന്താ പറ്റിയേ? കാശി വെപ്രാളത്തോടെ സേതുവിൻ്റെ കയ്യിൽ പിടിച്ചു തിരക്കി. അകത്തുണ്ട്. നീ അവൾക്ക് അടുത്തേക്ക് ചെല്ല്. കാര്യമൊക്കെ മോള് പറയും. അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. കാര്യമൊന്നും മനസ്സിലാകാതെ കാശി വെപ്രാളത്തോടെ അകത്തേക്ക് ഓടി. കാശിയുടെ വെപ്രാളവും വേവലാതിയോടുള്ള ഓട്ടവും കാണാൻ എത്ര ശ്രമിച്ചിട്ടും അയാളുടെ ചുണ്ടുകൾ സന്തോഷം നിറഞ്ഞൊരു പുഞ്ചിരിയിൽ വിടർന്നുപോയി. എൻ്റെ ചെറുക്കനെ എല്ലാവരും കൂടി പേടിപ്പിച്ചു അല്ലേടാ? അവൻ്റെ കാറ്റ് പോലെയുള്ള ഓട്ടം കണ്ട് പൊട്ടിച്ചിരിക്കുന്നവരെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സേതു ചോദിച്ചു. ഓ പിന്നെ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അറിയാൻ പോകുകയല്ലേ. അപ്പോൾ ഇത്തിരി നേരം അവനൊന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ അങ്കിളെ, അമൽ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പൂ, അല്പം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ ഹെഡ്രസ്സിൽ ചാരി കാല് നീട്ടിയിരിക്കുന്ന പെണ്ണിൻ്റെ ചുറ്റിലും ബെഡിലും കസേരയിലുമൊക്കെയായി പൊതിഞ്ഞിരിക്കുന്ന അമ്മൂനെയും അച്ചൂനെയും സോണിയെയും അനുവിനെയും ഒക്കെ കണ്ട് ഒരു നിമിഷം നിന്നുപോയി. അപ്പൂസേ, ഞങ്ങൾ പുറത്ത് കാണുമേ പറഞ്ഞിട്ട് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ വാതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. അവർ ഇറങ്ങിയതും വേഗത്തിൽ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പുവേ, എന്താടാ കുഞ്ഞെ? കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ എന്താ? വാതിലടച്ച് അവൾക്കരിയിലേക്ക് കാറ്റ് പോലെ വന്നിരുന്നവൻ അവളെ ശ്വാസം മുട്ടും വിധം വരിഞ്ഞു മുറുക്കി അവളുടെ കുഞ്ഞുമുഖമാകെ തെരുതെരെ മുത്തി നിറച്ചുകൊണ്ട് ചോദിച്ചു. കാശി ഏട്ടാ. അവനെ ഇരു കൈകൊണ്ട് മുറുകെ പുണർന്നുകൊണ്ട് അപ്പു വിങ്ങി പൊട്ടിക്കൊണ്ട് വിളിച്ചു. എന്താടാ എൻ്റെ പൊന്നല്ലേ, കരയാതെ കാര്യം എന്താണെന്ന് പറയടാ. പുറത്ത് എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും ആകെ ഗൗരവം. എന്താടാ കുഞ്ഞെ പ്രശ്നം? കാശി അവളുടെ മുഖം കൈകളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ നിറഞ്ഞ ചുവന്ന മിഴികളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തിരക്കി. പ്രശ്നമൊന്നുമല്ല, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ കാശിയേട്ടനെ അവരൊക്കെ ചേർന്ന് പറ്റിച്ചതാണ്. ഞാനെങ്ങാനും ഫോൺ വിളിച്ചാലോ എന്ന് കരുതിയാണ് എല്ലാവരും കൂടെ എൻ്റെ ചുറ്റിനും വരുന്നത്. അവൻ്റെ കവിളിലും കണ്ണിലുമൊക്കെ ചുണ്ടമർത്തിക്കൊണ്ട് അപ്പു പറഞ്ഞു. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പിന്നെത്താ. എൻ്റെ അപ്പൂട്ടൻ്റെ മുഖം ഇങ്ങനെ സങ്കടം വന്നതുപോലെ, ഒത്തിരി കരഞ്ഞതുപോലെ,
അവളുടെ കവളിൽ മുത്തി പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി കാശി. കാശിയേട്ടാ, ഇവിടെ ഇവിടെ നമ്മുടെ വാവ വന്നിട്ടുണ്ട്. അവൻ്റെ കൈ പിടിച്ച് വയറിൽ ചേർത്ത് വെച്ച് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. എന്താ എന്താ എൻ്റെ അപ്പു പറഞ്ഞേ? സത്യമാ കാശിയേട്ടാ, നമ്മുടെ വാവ വന്നു. അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയിരുന്ന് അപ്പു പറഞ്ഞു. അപ്പു പറഞ്ഞത് വിശ്വസിക്കാനാവാതെ പകച്ചിരിക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കാശിയേട്ടാ, അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചവൾ അലിവോടെ വിളിച്ചു. അപ്പുവേ, അപ്പൂട്ടാ, സത്യമാണോടാ? അവളെ ഇറുകെ പുണർന്നുകൊണ്ട് അവൻ മെല്ലെ ചോദിച്ചു. സത്യമാണ്. എൻ്റെ കാശിയേട്ടനോട് അപ്പു കള്ളം പറയുമോ? അപ്പൂ, അപ്പൂസേ, ശരിക്കും എൻ്റെ അപ്പൂട്ടൻ്റെ ഈ കുഞ്ഞു വയറ്റിൽ വാവയുണ്ടോടാ പൊന്നെ? വിശ്വാസം പോരാതെ അവളുടെ ബനിയനുള്ളിൽ കൈ കടത്തി മെല്ലെ ആ വയറിനുള്ളിൽ ഒന്ന് തലോടിക്കൊണ്ട് കാശി തിരക്കി. അപ്പോഴൊക്കെ അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അപ്പുവിൻ്റെ നെറ്റിയിലും കണ്ണിലുമൊക്കെ അമരുന്നുണ്ടായിരുന്നു. അപ്പുവേ, അവളെ എങ്ങനെയൊക്കെയോ സ്നേഹിക്കാനുള്ളത് ആവേശത്തോടെ വിളിച്ചുകൊണ്ടവൻ അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ടിരുന്നു. ഇത് അച്ചയുടെ പൊന്നിന്. ഏറെ നേരത്തിനു ശേഷം അപ്പുവിൻ്റെ വയറിലേക്ക് മുഖം താഴ്ത്തി ആ കുഞ്ഞു വയറിൽ നേർമയിൽ ഒന്ന് മുത്തി മാറി കാശി. ഞാനില്ലേ കാശിയേട്ടൻ്റെ പൊന്ന്? ഇപ്പോൾ എന്തിനാ വാവയെ പൊന്നെന്ന് വിളിച്ചേ? അപ്പുവിൻ്റെ ചോദ്യം കേട്ട് മുഖമുയർത്തി നോക്കിയവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് പകപ്പോടെ നോക്കി. അപ്പു, ഇത് നമ്മുടെ രണ്ടാളുടെയും പൊന്നല്ലേടാ? ഇത്രയും സമയം സന്തോഷത്തോടെ ഇരുന്നവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് വെപ്രാളത്തോടെ കാശി തിരക്കി. രണ്ടാളുടെയും പൊന്നൊക്കെയാണ്, പക്ഷേ കാശിയേട്ടൻ്റെ പൊന്ന് ഞാനാണ്, ഞാൻ മാത്രം. ബെഡിൽ നിന്ന് ഊന്നിറങ്ങി വന്നവൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ആണല്ലോ, എൻ്റെ കുഞ്ഞിപ്പാറുമാണ് എൻ്റെ പൊന്ന്. അത് കഴിഞ്ഞിട്ട് കാശിയേട്ടൻ ആരുമുള്ളൂ. അവളുടെ ചുണ്ട് ചേർത്ത് ഒന്ന് ഉരസിക്കൊണ്ട് കാശി പറഞ്ഞു. വാവ വന്നപ്പോൾ സന്തോഷമായോ കാശിയേട്ടന്? അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി നിന്നുകൊണ്ട് അപ്പു തിരക്കി. പിന്നെ സന്തോഷമാവാതെ? നമ്മുടെ സ്വപ്നമായിരുന്നില്ലേടാ ഈ വാവ? എൻ്റെ അപ്പൂട്ടൻ ഒരുപാട് കൊതിച്ചൊരു കാര്യമല്ലേ നമുക്ക് വാവ വേണമെന്നത്. ഇപ്പോൾ എൻ്റെ പൊന്നിന് സന്തോഷമാണോ? അവളുടെ ഒട്ടിയ വയറിൽ തലോടിക്കൊണ്ട് കാശി തിരികെ ചോദിച്ചു. സന്തോഷമായെന്നോ? ഒത്തിരി ഒത്തിരി സന്തോഷമായി. പക്ഷേ അതിൻ്റെ കൂടെ ഒത്തിരി സങ്കടവും ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൊരു പിണക്കത്തോടെ അവൻ്റെ നെഞ്ചിൽ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ കാശിയേട്ടൻ്റെ പൊന്നിന് സങ്കടം വന്നേ? ചോദിക്കുമ്പോഴും കുഴി തീരാതെ ആ വയറിൽ തന്നെ കൈ ചേർത്ത് വെച്ചവൻ. എനിക്കേ ഈ വാർത്ത കേട്ടപ്പോൾ കാശിയേട്ടൻ കൂടെ ഇല്ലാഞ്ഞിട്ട് വല്ലാതെ കരച്ചിൽ വന്നു. നമ്മൾ രണ്ടാളും ആ സമയം ഒരുമിച്ചുണ്ടായില്ലല്ലോ എന്നോർത്തപ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു. അപ്പു പറഞ്ഞതും അവൻ അവളെ മുറുകെ പുണർന്നു. സോറിയടാ, എനിക്ക് പോകും വരെ ഒരു സംശയം പോലും തോന്നിയില്ലായിരുന്നു അപ്പു. അങ്ങനെ എന്തേലും തോന്നിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുപെണ്ണിനെ തനിച്ചാക്കി പോകുമായിരുന്നോ? അവളെ പൊതിഞ്ഞു പിടിച്ചു പറഞ്ഞിട്ട് ആ മുഖത്തേക്ക് അടങ്ങാത്ത പ്രണയത്തോടെ നോക്കി കാശി. ആ സമയം തന്നെ വാതിൽ തട്ടലും മുട്ടലും തുടങ്ങിയിരുന്നു. അളിയോ, വാതിലടച്ചിരുന്നത് മതി, ഈ വാതിലൊന്ന് തുറന്നേ. വാതിൽ മുട്ടുന്നതിനൊപ്പം ഫായിസിൻ്റെ ഒച്ച കൂടെ കേട്ടതും കാശി പല്ല് കടിച്ചു. അപ്പു ആണേൽ അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് വാ പൊത്തി ചിരിയടക്കി. അങ്ങനെ ഇപ്പോൾ തുറക്കുന്നില്ല. അവൻ ഇത്തിരി നേരം അവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചിട്ടേ വാതിൽ തുറക്കുന്നുള്ളൂ. പറയുന്നതിനൊപ്പം അപ്പുവിനെ കെട്ടിപ്പുണർന്നു നിന്നവൻ ആ കീഴ്ച്ചുണ്ട് കൊതിയോടെ കടിച്ചു നുണഞ്ഞെടുത്തു. കാശിയെ, വാതിൽ തുറന്നേടാ. ചിരി അടക്കി പിടിച്ച് അമലിൻ്റെ ഒച്ച കൂടെ കേൾക്കെ അപ്പുവിൻ്റെ ചുണ്ട് അമർത്തി ഒന്ന് നുണഞ്ഞുവിട്ട് അവളിൽ നിന്ന് അടർന്നു മാറി കാശി. വാതിൽ തുറക്ക് കാശിയേട്ടാ, ഇല്ലെങ്കിൽ അവരത് തല്ലിപ്പൊളിക്കും, അപ്പു ചിരിയോടെ പറഞ്ഞു. അവന്മാർ പൊളിക്കട്ടെ, കാശിയേട്ടൻ്റെ കുഞ്ഞുങ്ങ് വാ. അവളെ ചേർത്ത് പിടിച്ച് ആ ചുണ്ട് പതിയെ തുളച്ചു കൊടുത്ത് അവളുടെ തൂനെറ്റിയിൽ ഒരു മുത്തം കൂടെ വെച്ചിട്ടേ കാശി വാതിൽ തുറന്നുള്ളൂ. അളിയോ, ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണ്ടേ? എത്ര നാളത്തെ കാത്തിരിപ്പാണ്? വാതിൽ തുറന്ന കാശിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഫായിസ് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ട് രണ്ടിൻ്റെയും കണ്ണുകൾ ഈറനായി. എങ്ങനെ വേണേലും ആഘോഷമാക്കാം, പക്ഷേ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം എന്ന് മാത്രം അല്ലേടാ? ചോദിച്ചുകൊണ്ട് കാശി അപ്പുവിൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. അപ്പു ഒരു ചിരിയോടെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ കയ്യിൽ തൂങ്ങി. സന്ധ്യയായതോടെ അമലും അബിയും അച്ചുവും മടങ്ങിപ്പോയി. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അമ്നയും ഫായിസും പോയത്. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞു അടുക്കള കൂടെ ഒതുക്കിയ ശേഷമാണ് സേതുവും അരുന്ധതിയും പോകാനിറങ്ങിയത്. രാത്രി എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിക്കണേ മോനെ. 2 ദിവസമായി കൊച്ചിന് തീരെ വയ്യായിരുന്നു. ഇന്ന് തന്നെ നീ കണ്ടില്ലേ, അവൾക്ക് ആഹാരമൊന്നും കഴിക്കാൻ താല്പര്യമില്ല. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കും മുമ്പ് ഒരു ഓറഞ്ചെങ്കിലും ഇവളെ കൊണ്ട് കഴിപ്പിക്കണം കേട്ടോ. പോകാൻ കാറിൽ കയറിയിരിക്കുമ്പോഴും അരുന്ധതി അതുതന്നെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ, കാശി അവരുടെ കവിളിൽ തൊട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നേക്കാം. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വെളുപ്പിനെ ചാടിപ്പിടഞ്ഞ് എഴുന്നേക്കണ്ട കേട്ടോ കാശി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നേരം സേതു പറഞ്ഞു. 2 ദിവസം ഞാൻ ലീവാണ് അച്ഛാ, അതുകൊണ്ട് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അമ്മയ്ക്കും വയ്യാത്തതല്ലേ, കാശി വല്ലായ്മയോടെ പറഞ്ഞു. അതൊന്നും നീ നോക്കണ്ട, കഴിക്കാനുള്ളതുമായി ഞാൻ രാവിലെ വരാം.
ഗേറ്റും പൂട്ടി കൊച്ചിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പൊയ്ക്കോ, ഞങ്ങൾ ഇറങ്ങുക. പറഞ്ഞിട്ട് കാശിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന അപ്പുവിനെ കൂടെ ഒന്ന് നോക്കി തലയാട്ടി യാത്ര പറഞ്ഞു കാർ ഓടിച്ച് പുറത്തേക്ക് പോയി സേതു. ഇനി വേണം എനിക്ക് കാശിയേട്ടൻ്റെ അപ്പൂസിനെ അച്ചയുടെ കുഞ്ഞിനെയും കൊതി തീരെ ഒന്ന് ഓമനിക്കാൻ. വാതിലും കൂടെ അടച്ചു കഴിഞ്ഞതും അപ്പുവിനെ പൊക്കിയെടുത്ത് അകത്തേക്ക് നടക്കുമ്പോൾ കാശി പറഞ്ഞു. അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്ന അപ്പു അവൻ പറയുന്നത് കേട്ട് ഒന്ന് പതുങ്ങി ചിരിച്ചു. ഇങ്ങനെയൊന്നും ചിരിക്കല്ലേ എൻ്റെ അപ്പുവേ, ഞാൻ എന്തേലും കടുങ്കൈയൊക്കെ ചെയ്തു പോകും. ദേ ഇതൊക്കെ എന്നെ വല്ലാണ്ടങ്ങ് കൊതിപ്പിക്കുന്നുണ്ട്. ബെഡിലേക്ക് അവളെ ശ്രദ്ധയോടെ ചായച്ചു കിടത്തുമ്പോൾ അവളുടെ ചുണ്ടിൽ കൊതിയോടെ നോക്കി കാശി നേർമേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഈ കാശിയേട്ടൻ ഇതൊക്കെ എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇനി നമ്മൾ പറയുന്നതൊക്കെ വാവ കേൾക്കും. അവൻ്റെ നെഞ്ചോരം പതുങ്ങി ചേർന്ന് കിടന്ന് അപ്പു പറഞ്ഞു. ഇപ്പോഴൊന്നും വാവയ്ക്കൊന്നും മനസ്സിലാവില്ല എൻ്റെ അപ്പൂട്ടാ. ഇപ്പോൾ എൻ്റെ കൊച്ചിനെ കാശിയേട്ടനൊന്ന് സ്നേഹിക്കാൻ പോവുക. പറഞ്ഞുകൊണ്ടവൻ അവളെ ഒന്നുകൂടെ ഒതുക്കി പിടിച്ചുകൊണ്ട് ആ നെറ്റിയിലും കണ്ണിലും ചുംബിച്ച് അവൻ്റെ കണ്ണുകൾ ആ മുഖമാകെ ഇഴഞ്ഞു നടന്നു. ഒടുവിൽ അതിൻ്റെ ഇണയിൽ വന്നു ചേർന്നു.